ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിനിതയാണേ. ഞാനിന്നൊരു ചേമ്പിൻ്റെ കൂമ്പല തോരൻ വയ്ക്കുന്ന കാണിക്കാം കേട്ടോ. ചീമച്ചേമ്പിൻ്റെ കൂമ്പാണേ. ഞാൻ എടുത്തിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം പറിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. തളിര ഇലയാണ് കേട്ടോ. അതിനോട് ചേർന്ന് വരുന്ന തണ്ട് കളയണ്ടല്ലോ, അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആരും എടുക്കുമ്പോൾ കളയണമെന്നില്ല. ഇത് ചൊറിയൊന്നുമില്ല. മിക്കവാറും ആളുകൾക്ക് ചൊറിയാറില്ല. ഇനി ചെറിയ രീതിക്കൊക്കെ ചൊറിച്ചിൽ വരുന്ന ആളുകളാണെങ്കിൽ ഉപയോഗിക്കും, വേണ്ട. എല്ലാവർക്കും എല്ലാം പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് നാളികേരം. ഞാൻ കുറച്ച് പരിപ്പ് ഇട്ടിട്ടാണ് തോരൻ വയ്ക്കുന്നത്. ഇതാണ് കേട്ടോ, കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റിച്ച് നമ്മൾ തോരനകത്തൊക്കെ മുരിങ്ങയിലൊക്കെ തോരൻ വയ്ക്കുമ്പോൾ ഇടുമല്ലോ, അതുപോലെ. ഇത് ഈ പരിപ്പാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള. പിന്നെ അതിന് വേണ്ട മഞ്ഞൾപ്പൊടി, കുറച്ച് ക്രഷ്ഡ് ചില്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് അതിന് മുമ്പ് ഞാൻ എടുത്തൊക്കെ അരിഞ്ഞ് വെച്ച് പോയി. അപ്പം ഒരു തണ്ട് എങ്ങനെ എന്താണ് സാധനം എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമുക്കത് പോയി കണ്ടിട്ട് വരാം. ഇതാ നമ്മൾ ഈ തൂമ്പാട്ടോ ഈ കാണിച്ചു തരുന്നത്. നമുക്ക് മനസ്സിലാവുന്നില്ല, ഏറ്റവും തൂമ്പല്ല കേട്ടോ. അത് ഒടിച്ചു എന്ന് വെച്ചിട്ട് നമുക്കൊന്നും ഈ ചേമ്പിനായി പോകുന്നില്ല കേട്ടോ. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ തണ്ട് പിടിച്ച് ഒരെണ്ണം ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടത്തിയെടുക്കുകയാണ് കേട്ടോ. ഇതാണ് സാധനം കേട്ടോ. ഇതെങ്ങനത്തെ തിരി പോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തണ്ടാണ് ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചത്. ഇത്രയും പിളുന്ത് നമ്മൾ കളയുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരെണ്ണം വന്ന് എടുത്തതാണ്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടോ ആ തണ്ട് ഈ തണ്ടിനെ ഇങ്ങനെ അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് അതിലിപ്പോൾ ഞാൻ കഴുകി എടുത്തതാണ് കേട്ടോ. അതുപോലെ കണ്ടോ ഇതിനെ ഇങ്ങനെ പിടിച്ചങ്ങോട്ട് വിടർത്തുമ്പോൾ നമ്മുടെ ഈ തണ്ടിനെ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടും കണ്ടോ. ഇങ്ങോട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തണ്ട് നമുക്ക് എടുക്കാം, അതിൻ്റെ തോല് കളഞ്ഞിട്ട്. അതാണ് ഞാൻ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കളയണ്ട, നമുക്ക് നല്ല സാധനമല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് അരിയുക. പിളന്തായതുകൊണ്ടേ നല്ല മസാലായിട്ട് ഇങ്ങോട്ട് അരിഞ്ഞ് കിട്ടും. നൂല് പോലെ കിടക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ അരിഞ്ഞിട്ടതിന് ഒന്നും കൂടെ വാരി പിടിച്ചിട്ടുണ്ട് അരിഞ്ഞാൽ മതി. അപ്പം ആ നൂലുള്ളത് അങ്ങോട്ട് ശരിയാവും, കുറച്ചുകൂടെ നൈസായി കിട്ടും. കാണിച്ചു തരാം. ഇതിനിപ്പോൾ നമ്മൾ നൈസായിട്ട് അരിഞ്ഞിട്ടു. ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കി വീണ്ടും ഇങ്ങോട്ട് കയ്യിലേക്ക് പിടിച്ചിട്ട് വീണ്ടും ഒന്ന് തോരനെ അങ്ങോട്ട് അരിഞ്ഞിടുക. അതങ്ങനെ. അപ്പോൾ ആ നൂല് പോലെ വരുന്നത് അങ്ങോട്ട് ഒന്നും കൂടെ നുറുങ്ങിക്കിട്ടും. ഞാൻ ആ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കുകയാണ് കേട്ടോ. അതൊന്ന് ചൂടാവട്ടെ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ചട്ടി നല്ല ചൂടായി കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. ഞാനൊരു 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണേ ഉള്ളൂ കേട്ടോ. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഞാൻ അരി വറക്കുന്നുണ്ട്. അരി വറക്കുമ്പോൾ സാധാരണ കടുക് ഇടേണ്ട കാര്യമില്ല. അരി ഞാനിതാ കഴുകി വെച്ചിരിക്കുന്നതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ആ വെള്ളത്തിൻ്റെതാണ് കേട്ടോ. ആ പൊട്ടലും ചീറ്റിലും ഒക്കെ അപ്പം റെഡി ആയിക്കോളും. അപ്പം അതിങ്ങനെ ഇപ്പം ഇങ്ങനെ കട്ടൗത്തി കിടക്കുന്ന കാര്യമാക്കണ്ട. വെള്ളത്തോടെ നമ്മൾ ഇട്ടിട്ടാണ്. അപ്പോൾ അത് പൊരിഞ്ഞ് വരും കേട്ടോ. നമുക്കന്നെ വരുമ്പോൾ നമുക്ക് വേറിട്ട് ഇങ്ങനെ കിട്ടും. അരി ഇങ്ങനെ ചുമന്ന് മൂത്ത് ഒരു വാസനയൊക്കെ വന്നിട്ടുണ്ട്. ഒരു സവാള കേട്ടോ, ചെറുത് അരിഞ്ഞതരിക്ക് ഇട്ട് കൊടുക്കുക. 3 പച്ചമുളകും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവനാൻ്റെ എരിവിന് പാകത്തിനാട്ടോ. ഞാനിവിടെ കുറച്ചുകൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് എരിവൊക്കെ വേണം ഞങ്ങൾക്ക് കറികൾക്കൊക്കെ. അപ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇലയാണ്, നമ്മളത് കാണുമ്പോൾ കുറേ ഉള്ളതായിട്ട് തോന്നും. ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം അധികം ഉണ്ടാവില്ല. എന്നിട്ട് ആ ഉപ്പ് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു 1/4 ടീസ്പൂൺ മതിയേ. നമ്മുടെ ഉണക്കമുളക് ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ച് ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിരിക്കണം. പുറത്ത് വെച്ചാൽ പൂത്ത് പോകും. എത്ര നമ്മൾ വെച്ചാലും നമുക്ക് നാശമായി പോകും സാധനം. അപ്പം ഇതിങ്ങനെ വഴണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില കേട്ടോ.
സാധാരണ ഇല തോരനൊന്നും വയ്ക്കുമ്പോൾ കറിവേപ്പില ഇടലില്ല. ഞാൻ പിന്നെ അതിൻ്റെ ഒരു വാസനയ്ക്കൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. ഇതിലേക്ക് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇല ചേർക്കുകയാണ് കേട്ടോ. ഇലയ്ക്കാണ് തണ്ടിനെക്കാട്ടിലും വേവുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇല ആദ്യം ചേർക്കണത്. ഇതൊന്ന് ആവി കയറിയിട്ട് നമുക്ക് തണ്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് ആവി കയറട്ടെ. നല്ലോണം കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ചെറിയ തീയില ഇട്ട് കൊടുക്കണ്ടേ കേട്ടോ. വലിയ തീ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. ഒരാവി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തണ്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, അതിലൊന്ന് ആവി കയറി. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. തണ്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. കളയണ്ട വിചാരിച്ചാൽ അത്രയും നമ്മൾ പറിച്ചെടുത്ത് നല്ല സാധനമല്ലേ. ഇല മാത്രവും വെക്കുക, ഈ തണ്ട് മാത്രവും ഇങ്ങനെ വെക്കുക കേട്ടോ. ഇല്ല, നിറം തന്നെ കാണാൻ എന്താ അറിയോ, മഞ്ഞയും ക്രഷ്ട് ചില്ലി കിടക്കണ ചുവന്ന ഡിസൈൻ പോലെ, പൂക്കളം പോലെയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തല്ലി പൊത്തിയിട്ട് അടച്ച് വയ്ക്കുക. തല്ലി പൊത്ത് പറഞ്ഞാൽ അതിനെ അടിക്കുക എന്നുള്ളതല്ല, ഇങ്ങനെ തടുത്ത് കൂട്ടി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്താൻ പോണത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പാണേ. ഇത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ്, അതിൽ കുറഞ്ഞൊരു വെള്ളമുണ്ട്, കുഴഞ്ഞിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. ഇവർ തമ്മിലൊന്നേ ജോയിൻ്റ് ആവട്ടെ കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇതാ, ഇത് വീണ്ടും നമ്മൾ അടച്ച് മൂടി വെക്കുക കേട്ടോ. തമ്മിലൊന്നും ഇങ്ങനെ ചേരട്ടെ അതിൻ്റെ രുചികൾ. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം നല്ലോണം 2 പിടിയുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കും. നമ്മളത് തുറന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ വെള്ളം കുറച്ചുകൂടി ഡ്രൈ ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ കുഴഞ്ഞിരിക്കേണ്ട, ഇത്തിരി കുഴഞ്ഞിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഇപ്പം ഇങ്ങനെ ഓഫാക്കാം. അല്ലാത്തവർ ഇങ്ങനെ ഇത് ചിക്കി ഇട്ടിട്ട് കുറച്ച് നേരം തുറന്ന് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയി വരും കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം. ഇതിന് മുമ്പേ തന്നെ ഉപ്പ് നോക്കണം, ഈ സമയത്തല്ല. ഇപ്പോൾ ഓരെങ്കിലും ചേർത്ത് കൊടുക്കുക. വെന്തോന്നൊക്കെ നോക്കുക. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ എന്താ ചോറ്, ഞങ്ങളുടെ ഉച്ചക്കത്തെ കറിയാണ്. ബീഫ് നല്ല ഫ്രൈ ആക്കിയതാണ്, ഒരു മുട്ട റോസ്റ്റ്, തൈര്. ഞങ്ങൾക്കിന്ന് ഒഴിച്ച് കറി ഞങ്ങൾക്കില്ല. നമ്മുടെ മെയിൻ സാധനം തോരനെ കാണിക്കാനാണ് ഇപ്പോൾ ചോറ് വിളമ്പിയിട്ടതാ. ഞങ്ങളുടെ പൊണ്ണുമ്പോൾ അതിൻ്റെ വിശേഷം പറഞ്ഞുതരാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം കുറച്ച് തോരനെടുത്തിട്ടേ ചോറിനകത്ത് ഇങ്ങനെ ഇളക്കി കഴിച്ച് കാണിച്ചു തരാം. മറ്റ് കറിയൊക്കെ കൂട്ടാതെ തോരനാണ് നമ്മുടെ മെയിൻ ഐറ്റംസ്. നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി തോരനാണ്. പരിപ്പിൻ്റെ രുചിയുണ്ട്, പിന്നെ അരി വറുത്തതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. അടിപൊളി. നമുക്ക് കുറച്ച് 2-3 ഇല കിട്ടിയാലും വെക്കുക. ഇങ്ങനെ മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവില്ല, ചേമ്പ് ഉള്ള സാധനമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കൂടെയുള്ള ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.